വൈക്കത്ത് CPI നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി. 1960 മുതൽ CPI കൈവശം വെച്ച മണ്ഡലമാണ് പാർട്ടിക്ക് നഷ്ടമായത്. പി കൃഷ്ണപിള്ളയുടെയും പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും നാട്ടിലുണ്ടായ തിരിച്ചടി CPIയെ നാണക്കേടിലാക്കി. 1960 തെരഞ്ഞെടുപ്പിൽ PS ശ്രീനിവാസന്റെ വിജയത്തെ തുടർന്ന് ഇങ്ങോട്ട് CPI കൈയടക്കി വെച്ച മണ്ഡലം, CPI കോട്ടയെന്ന വിശേഷണമുള്ള മണ്ഡലം. 2021 തെരഞ്ഞെടുപ്പിൽ CK ആശ 29,122 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം. പരമ്പരാഗത പിന്തുണയുള്ള വൈക്കത്തെ ജനത CPIയെ കൈയൊഴിഞ്ഞത് പാർട്ടിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 1360 വോട്ടിന്റെ അട്ടിമറി വിജയമാണ് UDF സ്ഥാനാർത്ഥി K ബിനിമോൻ നേടിയത്. ഇതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ളയുടെയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും ജന്മസ്ഥലം കൂടിയായ വൈക്കത്ത് കോൺഗ്രസിന്റെ MLA ജനപ്രതിനിധിയായി. കഴിഞ്ഞ കാലങ്ങളിൽ വൈക്കത്തെ മുഴുവൻ പഞ്ചായത്തുകളും CPIക്കൊപ്പമാണ് നിന്നിരുന്നുവെങ്കിൽ ഇത്തവണ 10ൽ 5 പഞ്ചായത്തുകളിലും UDF ലീഡ് നിലനിർത്തി. കാലങ്ങളായി വൈക്കത്ത് CPI വിഭാഗീയത രൂക്ഷമായിരുന്നു. നേതൃത്വത്തിനെതിരെ കലഹിച്ച് നിരവധി പേർ CPI വിട്ടു. CPI നേതൃത്വത്തോട് കലഹിച്ച് പാർട്ടി വിട്ട കർഷകൻ പാർട്ടി ഓഫീസിൽ തൂങ്ങിമരിച്ചത് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം. 2016 മുതൽ സ്ഥാനാർത്ഥി എന്ന മട്ടിൽ CPIയിൽ പേര് പ്രചരിച്ചിരുന്ന നേതാവാണ് K പ്രദീപ്. CPI വിട്ട് BJPയിലേക്ക് എത്തിയ വൈക്കത്തെ NDA സ്ഥാനാർത്ഥി K അജിത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2021 NDAക്ക് ലഭിച്ച 11,953 വോട്ട് ഇരട്ടിയാക്കി 20,207 വോട്ടിലേക്ക് വർദ്ധിപ്പിക്കാൻ BJP സ്ഥാനാർത്ഥി K അജിത്തിന് സാധിച്ചു. ജനം, കോട്ടയം.